الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മനുഷ്യഹൃദയങ്ങളെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകളാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മുതൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചില ഗ്രാമങ്ങളും പ്രദേശങ്ങളുമൊക്കെ അപ്പാടെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഉരുൾപൊട്ടലുകൾ, ഒരുപാട് മനുഷ്യജീവനുകളാണ് നഷ്ടമായിട്ടുള്ളത്. അപകടങ്ങളിൽ ചികിത്സയിൽ കഴിയുന്ന മനുഷ്യർ ധാരാളമാണ്. വീടും സമ്പത്തുമൊക്കെ ജീവിതമാർഗങ്ങളുമൊക്കെ നിമിഷ നേരം കൊണ്ട് നഷ്ടമായ മനുഷ്യരുടെ മുഖങ്ങളാണ് ആ പ്രദേശത്ത് നിന്ന് വന്ന വാർത്തകളിലൂടെ നാം കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ക്ഷമയും സഹനവും നൽകുമാറാകട്ടെ. ഈ വലിയ പ്രയാസത്തിൽ നിന്ന് എത്രയും വേഗം കരകയറി സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് നൽകട്ടെ. ശക്തമായ മഴയെ തുടർന്നാണ് ഉരുൾപൊട്ടലുണ്ടായത്. മനുഷ്യൻ പലതരം ചിന്തകളാണ് ഇത്തരം ഘട്ടങ്ങളിൽ മനുഷ്യരുടെ ഉള്ളിലേക്ക് കടന്നു വരിക. എന്താണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് ഏറ്റവും കൂടുതൽ ബോധ്യമാകുന്നത് വിശ്വാസികൾക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞൊരു വാചകം, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫ. അല്ലാഹു കാര്യങ്ങൾ ലഘൂകരിച്ചു തരണമെന്നാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദഈഫായിട്ടാണ്, ദുർബലമായിട്ടാണ്. മനുഷ്യൻ വളരെ ദുർബലനാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ ഈ സന്ദർഭത്തിൽ കടന്നു വരേണ്ട ഒരു വികാരം അതാണ്. നമ്മുടെ
അഹങ്കാരത്തിൻ്റെ ഈഗോയുടെയൊക്കെ ആ മുനകൾ ഒടിച്ച് നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിയണം. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഫുഖറാകളാണ്. ഫഖീർ എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരനാണ്. ആവശ്യക്കാരാണ് അള്ളാഹുവിലേക്ക്. ആവശ്യമില്ലാത്തവനായി ഒരാളേ ഉള്ളൂ. അല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹു മാത്രമാണ് ആവശ്യമില്ലാത്തവൻ. ഗനിയ് അതാണ്, ആരെയും ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹു മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോ ദിവസവും ഇത് തുടങ്ങി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലും കാണുന്ന കാഴ്ച അതാണ്. എല്ലാവരും ആവശ്യക്കാരാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ എന്നാണ് ആളുകളൊക്കെ വിളിക്കുന്നത്, പ്രകൃതി ദുരന്തങ്ങളെന്ന്. ആ പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒന്നാണ്. എന്താണോ അത്, ആ വാക്ക് വിളിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറയുന്നത് ഇതൊരു ശിക്ഷയാണ് എന്ന്. ആരെ ശിക്ഷിച്ച്? ആരെയാണ് ശിക്ഷിക്കുന്നത്? നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. നമ്മളെ അള്ളാഹു ഇപ്പോഴും ജീവനോടെ ഭൂമുഖത്ത് നിർത്തിയിട്ടുണ്ട്. പോയവർ പോയി, നമ്മളിപ്പോഴും ജീവനോടെ ഇവിടെ ഉണ്ട്. പലരും പോകുമ്പോൾ, ഏത് രീതിയിൽ പോകുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മളെക്കുറിച്ച്. ഞാനിപ്പോഴും ഇവിടെ ബാക്കിയുണ്ടല്ലോ. അവരല്ലേ പോയിട്ടുള്ളൂ, ഞാനിപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ പോയവരെ, അത് അവരെ അള്ളാഹു ശിക്ഷിച്ചതാണ് എന്ന് പറയണമെങ്കിൽ നമ്മളോട് ഇതൊരു പ്രൂഫ് വേണം, തെളിവ് വേണം. കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ഉണ്ടായ മാരകമായ അതിക്രമങ്ങളുടെ കാരണമായി അള്ളാഹു പലരെയും ശിക്ഷിച്ചിട്ടുണ്ട്. ശിക്ഷയാണ് നല്ല പറഞ്ഞു തന്നിട്ടുണ്ട് ഭൂലോകത്ത്, ആകാശലോകത്ത്. അതിനെ വെച്ച് നമ്മൾ ഇതിനെ തുലനം ചെയ്യാൻ പാടില്ല. അതിനുള്ള അവകാശമൊന്നും നമുക്ക് അള്ളാഹു തന്നിട്ടില്ല. ഇത് സത്യത്തിൽ ഒരു പരീക്ഷയാണ്. നമുക്കും ഇത് കേൾക്കുന്നവർക്കും അറിയുന്നവർക്കുമൊക്കെയുള്ള ഒരു പരീക്ഷ, അല്ലെങ്കിൽ ഒരു പരീക്ഷണം. രണ്ടും ഏകദേശം ഒരേ ആശയമാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അള്ളാഹു ഈ പരീക്ഷണങ്ങളെ നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നടപ്പാക്കുന്നത് ചില പ്രാപഞ്ചിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, വെറുതെ അല്ല. അത് നമുക്ക് കൃത്യമായിട്ട് ഇത് ഓരോന്നും വീക്ഷിച്ചാൽ മനസ്സിലാവും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനതിനെ നോക്കിക്കാണേണ്ടത്, അശ്രദ്ധമായി പോകുന്ന എന്നെ കരുണാവാരിധിയായ സ്നേഹനിധിയായ എൻ്റെ റബ്ബ് തൊട്ടുണർത്താൻ വേണ്ടി നിശ്ചയിച്ച ചില നീക്കങ്ങളാണ് ഈ പരീക്ഷണങ്ങൾ. ഞാൻ ഒന്നുകൂടി പറയാതെ, കാരണം അതാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. റഹ്മാനായ റഹീമായ വദൂദായ എൻ്റെ സ്വന്തം റബ്ബ് ഞാൻ അശ്രദ്ധമായി പോകുമ്പോൾ എന്നെ ഒന്ന് തൊട്ടുണർത്താൻ വേണ്ടി
നിശ്ചയിക്കുന്ന നീക്കങ്ങളാണ് പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അത് മഴയായി വരാം, കാറ്റായി വരാം, ഉരുൾപൊട്ടലായി വരാം, ഭൂകമ്പമാകാം, എന്തുമാകാം. അത് അള്ളാഹുവിൻ്റെ നിശ്ചയം. അത് നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഒരൊറ്റ കാരണത്തിൽ. അത് ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്നെ ഉണർത്താൻ വേണ്ടിയാണിത്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ചോദിക്കാറ്. അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യഖ്സിഫ ബികുമുൽ അം അമിൻതും മൻ ഫിസ് സമാഇ അൻ യുർസില അലൈക്കും ഹാസിബൻ ഫസതഅലമൂൻ. അൻ യുർസില അലൈക്കും ഹാസിബൻ, വലിയ മഴ വരും ആകാശത്ത് നിന്ന്. അത് വരൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അവസാനം അത് നിർത്തുന്നത് ഒരു ചോദ്യമാണ്. കൈഫ നദീർ. നദീർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിളിച്ചുണർത്തുന്നവനാണ്. എങ്ങനെയുണ്ട് എൻ്റെ വിളിച്ചുണർത്തൽ? അത് വിളിച്ചുണർത്തിയതാണ്. നമ്മൾ ഉണർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് മാത്രം. ഈ രീതിയിലൊക്കെ ഇത് വരും. ഇത് വരുന്നത് ഇത്തരം വിളിച്ചുണർത്തലുകൾ മാത്രമാണ്. അതിനപ്പുറം ആരെങ്കിലും ചെയ്ത തെറ്റുകളുടെ കാരണമാണ് ഇത് എന്ന് ഒരു വിചാരണ നടത്തി വിധി പറയാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ നമുക്ക് അവകാശമില്ല. അറിയില്ല, നമുക്ക് ആകാം, ആയിക്കൂടായില്ല. പക്ഷേ ആർക്കെങ്കിലും വ്യക്തിപരമായി ഇത് ശിക്ഷയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ അത് അവർക്കുള്ള ശിക്ഷയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതല്ലാതെ നമുക്ക് വരുന്ന ഒരു പരീക്ഷണങ്ങളെയും നമുക്കുള്ള ഒരു ശിക്ഷയായി നമ്മളാരും രേഖപ്പെടുത്തരുത്, പറയരുത്, വിചാരിക്കരുത്, ഉറപ്പിക്കരുത്. അതിനുള്ള അധികാരം അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. അള്ളാഹു വളരെ മാന്യമായ പറഞ്ഞത് വബലവുനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്. എന്തിനാ? നാം നിങ്ങളെ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കും? ഹസനാത്ത് കൊണ്ടും സയ്യിആത്ത് കൊണ്ടും പരീക്ഷിക്കും. ഹസനാത്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ കാര്യങ്ങളാണ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ. നല്ല പൈസ ഉണ്ടാകുക, നല്ല ജീവിതം ഉണ്ടാകുക, നല്ല ജോലി കിട്ടുക, നല്ല വീടുണ്ടാകുക, നല്ല കുടുംബം ഉണ്ടാകുക, നല്ല മക്കൾ, ഇതൊക്കെ ഹസനാത്ത്. അതും പരീക്ഷണ. പിന്നല്ലേ മറ്റേ, അതും ഒരു ഉണർത്തല. അള്ളാഹു നൽകുന്ന പോസിറ്റീവായ കാര്യങ്ങൾ, നിഅമത്തുകൾ നമുക്ക് ഒറ്റ വാക്കിൽ വിളിക്കാം. അതും ഉണർത്തലാണ്. എന്തിനാണത്? ശുക്റുള്ളവരാകാൻ. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് പറഞ്ഞില്ലേ, അത് ശുക്റാണ്, സംസാരം എന്ന് പറഞ്ഞു. അപ്പോൾ വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്. നെഗറ്റീവായ സംഗതികളാണ് സയ്യിആത്ത് എന്ന് പറഞ്ഞു. അവർ രണ്ടും ഒരേ രീതിയിലാണ് അള്ളാഹു പറഞ്ഞു. ആദ്യം ഹസനാത്താ പറഞ്ഞേ. ഈ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്താ കടന്നു വരാറുള്ളത്? നെഗറ്റീവ്സ് മാത്രമല്ലേ? ആണോ അല്ലേ? ആദ്യം അള്ളാഹു പറഞ്ഞത് ഹസനാത്ത് എന്നാണല്ലോ. അപ്പം അത് മാത്രമല്ല പരീക്ഷണങ്ങൾ. രണ്ടാമത്തതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പരീക്ഷണം. രണ്ടാമത്തത് വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്. അതിൻ്റെ ഉദ്ദേശം എന്താ? ലഅല്ലഹും യർജിഊൻ. അതാ ഞാൻ പറഞ്ഞത്, തൊട്ടുണർത്തുക. ലഅല്ലഹും യർജിഊൻ, ഒന്ന് പിന്നാമ്പുറത്തേക്ക് നോക്കാൻ, മടങ്ങിപ്പോകാൻ. നോക്കൂ, എല്ലാ പരീക്ഷകളും എന്തിനുള്ള? ആരെങ്കിലും നശിപ്പിക്കാനുള്ളതാ പരീക്ഷകൾ? ആണോ? കുട്ടികളൊക്കെ നമ്മൾ ഭയങ്കര വലിയ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ആക്കാറില്ലേ? വലിയ കോഴ്സുകൾ, വലിയ മറ്റേ കോമ്പറ്റീഷൻ എക്സാമിനേഷനുകളൊക്കെ ഭയങ്കര പൈസ കൊടുത്തല്ലേ അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർക്കണതും പഠിപ്പിക്കണോ? എന്താ ഈ കുട്ടീനെ കൊണ്ട് കൊല്ലാനാ? നശിപ്പിക്കാനാ? അല്ല, ഒരിക്കലും അല്ല. ലഅല്ലഹും യർജിഊൻ. പരീക്ഷകൾ എന്ന് പറയുന്നത്
അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉയർത്താൻ വേണ്ടിയുള്ളത്, തകർത്താൻ വേണ്ടിയുള്ളതല്ല. ഉയർത്താൻ വേണ്ടിയുള്ളത്. പരീക്ഷയിൽ വിജയിച്ചാൽ നമ്മൾ ഉന്നതന്മാരായി മാറും. തോക്കാൻ പാടില്ല. തോറ്റാ പോയി, തോറ്റാ തകർന്നു പോകും, സംശയമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് പരീക്ഷകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ശിക്ഷകളായി നമ്മൾ എണ്ണിയാൽ ആദ്യം ശിക്ഷിക്കപ്പെട്ട ആൾ ആരായി പോകും? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആവൂലേ? ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടതാരാ? വഇദ്ബ്തലാ എന്ന് പറഞ്ഞല്ലേ തുടങ്ങണം? വഇദ്ബ്തലാ ഇബ്രാഹിമ റബ്ബുഹു. അതല്ല, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല, അങ്ങനെ പറയേണ്ടതുമില്ല. പറഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ പറയുക എന്നത് വലിയ അബദ്ധമാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരാൻ പാടില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഈ ജീവിതം തന്നെ അതാ ഈ പറഞ്ഞതാണ്, പരീക്ഷയാണ്. ജീവിതം തന്നെ അതിന് വേണ്ടിയല്ല. അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. പിന്നെന്താ നമ്മൾ ഇത് ശിക്ഷയാണ് എന്ന് പറയണത്? അള്ളാഹ് പറയാണ്, ഞാൻ ജീവിതം ഉണ്ടാക്കിയിട്ടുള്ളത്, ജീവിതവും മരണവും ഉണ്ടാക്കിയിട്ടുള്ളത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതിനാണ്. ആരാണ് നന്നായി അമലുകൾ ചെയ്യുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനാണ് ജീവിതത്തെ സൃഷ്ടിച്ചത്, അല്ലേ? വഹുവൽ അസീസുൽ ഗഫൂർ. അള്ളാഹു അസീസാണ്. അള്ളാഹുവിൻ്റെ പ്രതാപത്തിൻ്റെ ഭാഗമാണത്. അള്ളാഹു ഗഫൂറാണ്. അള്ളാഹു പൊറുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു രണ്ട് തരം പരീക്ഷണങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തി. ഒന്ന് ഹസനാത്തും ഒന്ന് സയ്യാത്തും. അതിൽ ഒന്നാമത്തേത് ഇതുവരെ നമുക്കത് പരീക്ഷണമായി നമുക്ക് തോന്നിയിട്ടില്ല. തോന്നിയവരുണ്ടാകാം, പക്ഷെ സാധാരണ തോന്നാറില്ല. നമ്മൾ പറയാം എന്നെ അള്ളാഹ് ഭയങ്കരമായി ബഹുമാനിച്ചു എന്നാ, അങ്ങനെ പറയാം. ഓ, അള്ളാഹു എന്നെ ബഹുമാനിച്ചതിന് കണക്കില്ല എന്നൊക്കെ. അത് ഏത് തരമായാലും, സമ്പത്തായാലും ജോലിയായാലും വിജ്ഞാനമായാലും ക്വാളിഫിക്കേഷൻസ് ആയാലും മക്കളായാലും കുടുംബമായാലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ആരോഗ്യം, ജീവിത സുഖങ്ങൾ, സൗകര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ നിലപാട് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു തരുന്ന ഒരു പരീക്ഷയാണ്. നമ്മുടെ നിലപാട് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷയാണ്. രണ്ടാമത്തത് സയ്യിആത്ത് എന്തായിരുന്നാലും അതാണ്, ഇതിന് നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ നിലപാട് പരിശോധിക്കാനാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നു, രോഗം വന്നു, കുടുംബത്തിൽ കുട്ടികൾക്കൊക്കെ രോഗം വരിക. അവിടെ ഭയങ്കരമായ നന്നായി ദീനൊക്കെ പഠിച്ച ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്കൊരു അസുഖം വന്നു പടുത്ത്. ഞാൻ ആ കുട്ടിയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നല്ല ഖുർആനൊക്കെ പഠിച്ച നല്ല കുടുംബത്തിലെ കുട്ടി. ആ കുട്ടിയുടെ മാതാവ് പറഞ്ഞത്, ഞാൻ ചെയ്ത തെറ്റെന്താ? എന്തിനാണ് അള്ളാഹു എന്നെ ഇങ്ങനെ? ബാക്കിയുള്ളതൊക്കെ ഭയങ്കര വാക്കുകൾ. ഞാൻ അങ്ങനെ വായ പൊത്തി. എനിക്ക് വായ പൊത്താൻ സ്വാതന്ത്ര്യമുള്ള ഒരു ആളാണ്. ഞാൻ പറഞ്ഞു പോകരുത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ ഇബ്രാഹിം നബി ആരാ? സക്കരിയ നബി ആരാ? ആണാലോചിച്ചു. പ്രവാചകന്മാരുടെ കഥകളൊക്കെ ഖുർആൻ പറഞ്ഞു. ഇനി ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത്തെ ഒരു പരീക്ഷയും കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കി പോകണം. അതെന്താണെന്ന് വെച്ചാൽ, കുറേ കാലം ജീവിതത്തിൽ നല്ല സുഖമൊക്കെ കിട്ടിയിട്ടു,
കുറച്ച് കഴിഞ്ഞപ്പം ജോലി പോയി. ഒരു ഉദാഹരണം. അല്ലെങ്കിൽ ഒരു രോഗം വന്നു, അപ്പോൾ ഉണ്ടാക്കിയതൊക്കെ ആ രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ആദ്യം കിട്ടിയ ജീവിതത്തിലെ സുഖങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അത് ഭയങ്കര 2 സ്റ്റേജിലും അല്ല കൊണ്ടുപോയി. ആദ്യം ഭയങ്കരമായിട്ട് സുഖങ്ങളും സൗകര്യങ്ങളും, പിന്നെ അതങ്ങോട്ട് പിൻവലിച്ച്. അതൊക്കെ പിൻവലിക്കൽ എളുപ്പ, തെരലും എളുപ്പാട്ടോ. രണ്ടും നമ്മൾ മനസ്സിലാക്കണം. തെരലും എളുപ്പ. പിൻവലിക്കണതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം തരാനാ. അത് അള്ളാഹുവിൻ്റെ അസ്മാകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്. അത് അവിടെ അള്ളാഹ് നമ്മളെ ഭയങ്കരമായിട്ട്, അതാണ് ഏറ്റവും വലിയ പരിശോധന, അവസാനത്തെ പരീക്ഷ. അത് അങ്ങനെ ഒരു പരീക്ഷ വരുമ്പോൾ നമ്മുടെ നിലപാട് എന്താ, അള്ളാഹിനെ കുറിച്ച് നമ്മുടെ വിചാരം എന്താണ്, അതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ 3 പരീക്ഷകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ. നമ്മൾ അതിനെ ഉൾക്കൊള്ളണം. അതാണ് ജീവിതം. ഇത് 3 അല്ലാത്ത ജീവിതമല്ലല്ലോ. ഉണ്ടോ? ഒന്നുകിൽ ഭയങ്കര സുഖമായിരിക്കും ജീവിതത്തിൽ, അത് നമ്മൾ പറഞ്ഞു പരീക്ഷയാണ്. അല്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും, അതേതായാലും പരീക്ഷയാണ്. മൂന്നാമത്തതോ, ആദ്യം ഭയങ്കര സുഖം, പിന്നെ ഭയങ്കര പ്രയാസം, അതും വലിയ പരീക്ഷ. ഇത് നമ്മൾ ശരിക്ക് ആലോചിക്കണം, എന്താണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. പലപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു അല്ലാമുൽ ഗുയൂബല്ലേ, മനുഷ്യനെക്കുറിച്ച് എല്ലാം അള്ളാഹുവിനറിയാം. പിന്നെന്തിനാ ഈ പരിശോധന, ഈ പരീക്ഷണം എന്തിനാ, ഈ പരീക്ഷ എന്തിനാ? അത് ശരിക്കും എന്താ വെച്ചാൽ, നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് അത്. പിന്നെ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് ഒരു കാര്യം നമ്മൾ ഏതായാലും സമ്മതിക്കണം. അതെന്താ വെച്ചാൽ, ഒരിക്കലും പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷകളല്ല, അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ അടയാളമല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ അടയാളവുമല്ല. മനസ്സിലായല്ലോ അല്ലേ? തൃപ്തിയുടെ അടയാളം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായ സംഗതികൾ കിട്ടുമ്പോൾ അത് അള്ളാഹ് എന്നെ തൃപ്തിപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കേണ്ട എന്നർത്ഥം. സൂറത്തുൽ ഫജ്റിലെ ഞാൻ ഓതി വെച്ച വചനം നിങ്ങൾക്കൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ ആശയം പറയാത്തത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പിന്നെ ഈ പരിശോധന എന്നതാണ്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു കാരണവശാലും നമ്മുടെ നാവിൻ തുമ്പത്ത് നിന്ന് വരരുത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. മനുഷ്യന് അഹങ്കാരിയായതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് നമുക്കിഷ്ടമല്ലാത്ത ഒരാൾക്ക് വല്ല പരീക്ഷണവും വന്ന് നമ്മൾ പറയും, കണ്ടില്ലേ അള്ളാഹ് കൊടുത്തത്, കണ്ടില്ലേ. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ പല കാരണങ്ങളും പറയും. ചില കാരണങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറഞ്ഞോളൂ. മനുഷ്യനുണ്ടാക്കിയ ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ മനുഷ്യനുണ്ടാക്കിയതാണ് ഇതൊക്കെ. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിൻ നാസ്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എന്താ വെച്ചാൽ, ഈ ആയത്ത് മലയാളത്തിൽ, അല്ലെങ്കിൽ ഈ ആയത്ത് പാരായണം ചെയ്യാതെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു വന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ, അയാളുടെ പേര് നമുക്കൊക്കെ സുപരിചിതമാണ്. അയാൾ പറഞ്ഞു, ഇത് മനുഷ്യൻ വരുത്തി വെച്ചതാണ്. അദ്ദേഹത്തിൻ്റെ വാചകം അതാണ്, മനുഷ്യൻ വരുത്തി വെച്ചതാണ്. ഉണ്ടാവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഭൂമിയുടെ ബാലൻസിങ് സിസ്റ്റം നഷ്ടപ്പെടുത്താൻ വേണ്ടി ജനങ്ങൾ അവരുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ഗൗരവം ഇത്രമാത്രമാണ് എന്ന് നമ്മളാരും ആലോചിച്ചിട്ടില്ല. അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് എന്ത്, ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ ഉണ്ടാവും, അതില്ല നമ്മൾ പറയുന്നില്ല.
പക്ഷേ അതുപോലും യഥാർത്ഥത്തിൽ നമുക്ക് പരീക്ഷയാണ്. അതാണ് നമ്മുടെ പ്രശ്നം. പരിസ്ഥിതി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന് അള്ളാഹു നിശ്ചയിച്ച സംവിധാനങ്ങളെ തച്ചുടക്കൽ, വലിയ വലിയ പർവ്വതങ്ങളൊക്കെ തച്ചുടക്കുക ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ മനുഷ്യൻ അവൻ്റെ ഇഷ്ടത്തിന് വനമേഖലകളും കാർഷിക മേഖലകളും ഒക്കെ ദുരുപയോഗം ചെയ്യുക. ഈ രീതിയിലൊക്കെ മനുഷ്യൻ പോകുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഒരു പരിണത ഫലമായി ഇത്തരം പരീക്ഷണങ്ങൾ വരാം. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ആകാം. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഗൗരവമുള്ളൊരു സംഗതി, ഇതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് പറയാനുള്ളത് ഇത് അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക നിയമത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ പരിശോധനയാണ്. അത് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. സൂറത്തുൽ അംബിയായിൽ അള്ളാഹു പറയും, ഷർറ് കൊണ്ടും ഖൈറ് കൊണ്ടും ഒരു ഫിത്നയായി നിങ്ങളെ നാം പരിശോധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വഇലൈനാ തുർജഊൻ, നമ്മുടെ അടുത്തേക്കാണ് വരാനുള്ളത് എന്ന്. ലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ എന്ന് പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ എണ്ണി പറഞ്ഞു, പരിശോധിക്കും എന്ന് പറഞ്ഞു. ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും. ഭയങ്കര ഒക്കെ ലാ ലാന്ന. ആ ലാ ലാ എന്താ പറയുക, നിങ്ങൾ ശക്തി പറയാ, പരിശോധിക്കുക തന്നെ ചെയ്യും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയങ്കര. ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും, രണ്ടും വന്നുകൂടെ. നിങ്ങളുടെ സമ്പത്തുകളിലും നിങ്ങളുടെ ജീവനുകളിലും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോ, ഇതെന്താന്ന് ചോദിച്ചാൽ, ഈ നടപടിക്രമം എന്തിനാണെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന് വിജ്ഞാനമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് മനുഷ്യരായ നാം നമ്മളെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പരലോകത്തേക്കുള്ള നമ്മുടെ യോഗ്യതകൾ നിർണ്ണയിക്കാൻ വേണ്ടി, പരലോകത്തേക്കുള്ള നമ്മുടെ യോഗ്യതകൾ നിർണ്ണയിക്കാൻ വേണ്ടി, ഏത് സ്റ്റേജിലാണ് പരലോകത്തേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് നിർണ്ണയിക്കണം. അത് മാത്രമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതല്ലാതെ എന്നെ ശിക്ഷിച്ചതല്ല, ഞാൻ ചെയ്ത ഏതെങ്കിലും തെറ്റിന് പകരം ചെയ്തതല്ല. നമ്മളൊക്കെ വിചാരം ഞാൻ തരക്കേടില്ലാത്തൊരു മനുഷ്യനാണ് എന്നാണ്. ഞാൻ തരക്കേടില്ലാത്തൊരു മുസ്ലിമാണെന്ന് എൻ്റെ വിചാരം. എല്ലാവരും വിചാരം അങ്ങനെയാണ്. ആണോ അല്ലേ എങ്ങനെ മനസ്സിലാവും? അതിനാണിത്. അത്രേ ഉള്ളൂ. അത്രേ നമ്മൾ അതിൽ വിചാരിക്കേണ്ടു. നമ്മൾ നന്നായി നിസ്കരിക്കുന്നുണ്ട്, നന്നായി ദീനിൻ്റെ അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആണോ, ശരിയാണോ ഞാൻ ചെയ്യുന്നത്? അത്രേ ഉള്ളൂ. അത് പരിശോധിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അള്ളാഹുവിനെ അറിയണം, യഥാർത്ഥത്തിൽ അതറിയണം. അള്ളാഹുവിൻ്റെ പരിശോധന എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഘട്ടം ഹസനാത്താണെന്ന് പറഞ്ഞാൽ, സമ്പത്ത് തന്നു, ഐശ്വര്യം തന്നു, ആരോഗ്യം തന്നു, പ്രതാപം തന്നു. അവിടെ നമ്മൾ നല്ല മനുഷ്യരാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ, അവിടെ രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, അള്ളാഹുവിന് ശുക്ർ കാണിക്കും. ശരിക്കും ശ്രദ്ധിച്ചു, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ ശുക്ർ? രണ്ട്, തവാദു വരും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിനയാന്വിതരാണ്. ഒരിക്കലും എൻ്റെ സമ്പത്തോ എൻ്റെ ആരോഗ്യമോ എൻ്റെ വിജ്ഞാനമോ എൻ്റെ പേഴ്സണാലിറ്റിയോ ഒരിക്കലും എന്നെ കിബറിലേക്ക് എത്തിക്കൂല, മറിച്ച് വിനയങ്ങനെ വരും. എന്നാൽ ഞാൻ മുഅ്മിൻ അല്ലെങ്കിലോ, നമ്മൾ നോക്കേണ്ടത് അതാ, ഞാൻ അതിലാണോ?
അള്ളാഹ് ഇത് അറിയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. എനിക്ക് എന്ത് വെക്കും എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഞാൻ അള്ളാഹിനെ മറന്നുപോകും. അഹങ്കാരം വരും, പിശുക്ക് വരും, ഒന്നും കൂടി കടന്നാൽ ധൂർത്തും വരും. ശരിക്കും ശ്രദ്ധിച്ചു. വരുന്നുണ്ട്, നോക്കിയാൽ മതി. ഭയങ്കര പരിശോധന. ഇനി രണ്ടാമത് പറഞ്ഞ സയ്യാത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലോ, ദാരിദ്ര്യം വന്നു നിൽക്കുക, അല്ലെങ്കിൽ രോഗം വന്നു, അല്ലെങ്കിൽ മക്കൾക്ക് രോഗം വന്നു, അല്ലെങ്കിൽ കടം വന്നു, പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരവസ്ഥ വന്നു. നമ്മളെ നോക്കണം നമ്മളുടെ ഉള്ളിലേക്ക്. അവിടെ നമുക്ക് സബറ് വരുന്നുണ്ടോ നോക്കാം. 1 പോരാ, 2 ഇസ്തിഗ്ഫാർ വരണം, 3 ദുആ വരണം. ഇത് 3ഉം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു, പരീക്ഷയിൽ ജയിച്ചു. ഏതൊക്കെ? സബർ വേണം, ഇസ്തിഗ്ഫാർ വേണം, ദുആ. അല്ല, എന്താ വരുന്നത്? വിധിയെ പഴിക്കുന്നു, അള്ളാഹുവിനെ പഴിക്കുന്നു, ചീത്ത പറയുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ആണോ? അള്ളാഹു പറയുന്നുണ്ട്, വമിനന്നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, അവർ ഒരേ വക്കലിരുന്നാണ് അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നത്. വക്കത്തിരുന്ന് അള്ളാഹുവിനെ ഇബാദത്ത്. എന്താ വക്കത്തിരിക്കുക എന്ന് പറഞ്ഞാൽ? വക്കത്തിരിക്കുകയാണ്. പറ്റിയെങ്കിൽ എന്താകാം, അതിന് ചാടാ, അല്ലെങ്കിൽ ഓടിപ്പോകാം. ഫൈൻ അസാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ നന്മ തന്നെയാണ് വരുന്നതെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. വൈൻ അസാബത്തുഹു ഫിത്ന. വല്ല പരിശോധനയും വന്നാലോ, വല്ല ഫിത്നയും അവനെ ബാധിച്ചാലോ, ഇൻഖലബ അലാ അഖിബൈഹി. ഓ, അവൻ്റെ പാട്ടിലേക്ക് മറിഞ്ഞു പോകും. ഇൻഖലബ അലാ അഖിബൈഹി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ വാചകം എന്താണ്? ഇൻഖലബ അലാ വജ്ഹിഹി. ഇൻഖലബ അലാ വജ്ഹിഹി. അവൻ നേരെ തിരിഞ്ഞു പോകും, എന്തൊക്കെയോ പറയും. വായന എന്താ വരിക എന്ന് പറയാൻ പറ്റൂല. എന്നെന്താ അള്ളാഹ് ഇങ്ങനെ ശിക്ഷിക്കണെന്ന് ചോദിക്കും നമ്മള്. കാരണം എന്താ? നമ്മളെടുത്തുള്ളത് ഈ മൂഢവിശ്വാസ. എനിക്ക് ഈ രോഗം വന്നത് എന്നെ ശിക്ഷിക്കാനാണ് എന്ന മൂഢവിശ്വാസം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്തോ ഒരു തെറ്റിന്റെ പരിണിതി ഫലമായാണ് ഇത് വന്നത് എന്നുള്ള വിചാരം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് എന്താ അറിയോ? ഖസിറ ദുനിയാ വൽ ആഖിറ. ഈ കൂട്ടർക്ക് ദുനിയാവും പോയി, ആഖിറത്തും പോയി. ദുനിയാവ് പോയി കാരണം എന്താ? ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ദുനിയാവ് പോയി, ഭയങ്കര പ്രശ്നത്തിലേക്ക്. വൽ ആഖിറ. ആഖിറത്ത് പിന്നെ എന്തായാലും പോയി, കാരണം അള്ളാഹിനെ കുറിച്ച് പോവുക ഭയങ്കരമായ മോശം വിചാരത്തോടുകൂടിയാണ് ജീവിച്ചത്, ഭയങ്കരമായ മോശം വിചാരത്തോടുകൂടിയാണ് ജീവിച്ചത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. സുബ്ഹാനല്ലാഹ്, ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടമാണ് അവന് സംഭവിക്കുക. ഇഹലോകവും പോയി, പരലോകവും പോയി. ചില ആൾക്കാർ ദൈവനിഷേധത്തിലേക്ക് പോകുന്നു, ചില ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു. ഭയങ്കര എന്താ പറയേണ്ടത് എന്ന് പോലും അറിയില്ല. നിങ്ങൾക്കറിയോ, ഈ വചനത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഈ അഅറാബികൾ വന്ന് ഇസ്ലാം സ്വീകരിക്കും. ബദുക്കൾ ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കും. എന്നിട്ട് ഓല് തിരിച്ചു പോകും. തിരിച്ചു ഓല് നാട്ടിൽ പോയിട്ട് ജീവിതത്തെ ഭയങ്കര പച്ച പിടിച്ച് ജീവിതമാണെങ്കിൽ അവർ പറയും, ഇതൊക്കെ ഞാൻ ആ മുഹമ്മദ് പറഞ്ഞ ദീനിൽ പ്രവേശിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയത്. ഭയങ്കര നമ്മൾ പലപ്പോഴും പറയുന്ന സംഗതിയാണ്. അല്ല, ഭയങ്കര പ്രയാസമാണെങ്കിലോ ഓല് പറയും, മാഫി ദീനിന ഹദ ഖൈർ. ഈ ദീനിൽ ഒരു ഖൈറും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെവിടെയാന്നുള്ളത്, ഏതിലാന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി അള്ളാഹു തന്ന ഒരു സംഗതിയാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര അത്ഭുതമുള്ള ജീവിയാന്ന് നബി പറഞ്ഞു. അജബൻ ലി അംരിൽ മുഅ്മിൻ. ഭയങ്കര കൗതുകമാണ് മുഅ്മിനിന്റെ ജീവിതം. കൗതുകമാകണം,
മുഅ്മിന്റെ ജീവിതം. അതാണ്. എന്താണ്? നല്ലത് കിട്ടിയാൽ ശുക്ർ പറയും. ജീവിതത്തിൽ ഒരു പരീക്ഷ എന്ന നിലക്ക് വല്ല പ്രയാസങ്ങളും വന്നാലോ സബർ കാണിക്കും. അതാണ് വബശ്ശിരി സാബിരീൻ പറഞ്ഞത്. വബശ്ശിരി സാബിറാണോന്ന് എങ്ങനെ അറിയാം? അത് ഭയങ്കര എളുപ്പാ. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എങ്ങനെയാണ്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി. അത് ഭയങ്കര വാക്കാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി എന്തേ എൻ്റെത് പോയി എന്നല്ല ചോദിക്കണ്ടേ. എന്തേ അള്ളാഹു എൻ്റെത് നഷ്ടപ്പെടുത്തി, എന്തേ എൻ്റെത് കൊണ്ടുപോയി, എന്തേ ഈ പ്രകൃതി ദുരന്തത്തിലൂടെ ഞാൻ ഇങ്ങനെയായി? അല്ല, ഇന്നാ ലില്ലാഹി. എന്താ എനിക്ക് ഉണ്ടായിരുന്നത്? എവിടുന്ന് കിട്ടിയതാ? ലില്ലാ, അള്ളാഹ് തന്നതല്ലേ. അള്ളാഹു തന്നതല്ലേ, അള്ളാഹ് കൊണ്ടുപോകും. ഇങ്ങനെ അല്ലെങ്കിൽ വേറെ രീതിയിൽ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. വ ഇന്നാ ഇലൈഹി റാജിഊൻ. തന്ന അള്ളാഹു തിരിച്ചെടുക്കും. അത്രേ ഉള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ സബറിൻ്റെ ആള്. അപ്പൊ ശരിക്കും കിട്ടാനുള്ളത് ഭയങ്കരമാണ് കിട്ടാണ്ടാവുക. ഇതിനർത്ഥം സഹോദരന്മാരെ നമ്മൾ വെറുതെ ഇരിക്കണം എന്നല്ല. അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ വെറുതെ ഇരിക്കണം, ഇതിന് ഭൗതികമായ നടപടികൾ ചെയ്യേണ്ടതില്ല, മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്നൊന്നുമല്ല. പക്ഷെ ഒറ്റ സംഗതി ചിന്തിച്ചാൽ മതി. പരിഹാരങ്ങൾ അന്വേഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. പരിഹാരങ്ങൾ അന്വേഷിക്കുമ്പോൾ നിഷിദ്ധമായതിലേക്ക് മനുഷ്യൻ പോകുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. അത്രേ ഉള്ളൂ. കച്ചവടത്തിൽ മഹാനഷ്ടം വന്നൊരു ഉദാഹരണം പറയാം. എന്താ പരിഹാരം? മുടക്കിയതൊക്കെ പോയി, ക്യാപിറ്റലൊക്കെ പോയി, ആകെ നഷ്ടപ്പെട്ട്. എന്താ പരിഹാരം? അതാണ് ഞാൻ പറഞ്ഞത്. പരിഹാരം അന്വേഷിക്കുമ്പോൾ ശ്രദ്ധിച്ചു. അവിടെ എനിക്ക് ഒരു വട്ടിക്കാരൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ബാങ്കിൽ നിന്ന് പലിശക്ക് പണം വാങ്ങി ബിസിനസ് തുടങ്ങണം എന്ന ഒരു വിചാരത്തിലേക്ക്, എന്ന ഒരു പരിഹാരത്തിലേക്ക് ഞാൻ പോകുന്നുണ്ടോ? അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യം എൻ്റെ പരിഹാരമായി എൻ്റെ മുമ്പിലേക്ക് വരുന്നുണ്ടോ? എങ്കിൽ ഞാൻ ചീത്തയാണ് കൂട്ടരെ, പരീക്ഷയിൽ തോറ്റവനാണ്. അതിന് പകരം പിടിച്ചു നിൽക്കണം. എന്നിട്ട് അതാ ഞാൻ സബർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇസ്തിഗ്ഫാർ നടത്തണം, അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ. എന്നിട്ട് ദുആ ചെയ്യണം, എൻ്റെ കാര്യങ്ങൾ ഭംഗിയാകാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ എന്ന് പറയാം. ഇതാ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്. നോക്കൂ, സൂറത്തുൽ ഇൻഷിറാഹില്ലേ, ഇന്ന മഅൽ ഉസ്രി യുസ്ര. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. എന്തേ നമുക്കിത് ഉള്ളിക്ക് കയറാത്തത്? ഇത് നമുക്ക് കയറണ്ടേ? പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകുമെന്ന് അതിനെ വിശദീകരിക്കുന്നിടത്ത് നബി പറഞ്ഞത്, ഒരു പ്രയാസത്തിൻ്റെ കൂടെ 2 എളുപ്പം ഉണ്ടാകും. നമ്മൾ നന്നായാൽ, നമ്മൾ പോസിറ്റീവാണെങ്കിൽ 2 എളുപ്പം വരും. അതെന്താ അറിയോ? പ്രയാസം എന്ന വാക്കിന് നിങ്ങൾ ശരിക്ക് ഖുർആൻ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന മഅൽ ഉസ്രി എന്ന അൽ ഉസ്ർ എന്നാ പറഞ്ഞു. അൽ എന്ന് ചേർത്താൽ ഒരു പ്രത്യേക പ്രയാസം. 2 സ്ഥലത്തും അൽ എന്നാ പറഞ്ഞു. എന്നാൽ എളുപ്പം പറഞ്ഞപ്പോഴോ അല്ല് പറഞ്ഞോ? ഇന്ന മഅൽ ഉസ്രി. എന്താ അറിയോ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു ഭയങ്കര ഭംഗിയായിട്ടാണ് ഉപയോഗിച്ചത്. എന്താ മനസ്സിലാക്കേണ്ടത്? പ്രയാസം അൽ ആണ്, ഒരു പ്രത്യേക പ്രയാസം ഉണ്ടാകുക. എളുപ്പം പലേതും. അതുകൊണ്ടാണ് അൽ യുസ്ർ എന്ന് പറയാതിരുന്നത്. ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, സത്യവിശ്വാസിക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ, പക്ഷെ എളുപ്പം കുറേ വരും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അത് തീരാനുള്ള വഴി അതാണ്. അത് അമ്പിയാക്കന്മാരുടെ ജീവിതത്തിലൂടെ കാണിച്ചു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പരിശോധിക്കേണ്ടത് നമുക്ക് നിരാശ വരുന്നുണ്ടോ. സബറിൻ്റെ നേരെ എതിരാണ് എന്ത്? നിരാശ. ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. അതാണ് ശ്രദ്ധിക്കുന്നത്. നോക്കൂ, സക്കരിയ അലൈഹി ഇസ്ലാമിൻ്റെ അവസ്ഥ ഖുർആനിൽ പറയുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് മക്കളുണ്ടാകാൻ വേണ്ടി. ഒരുപാട് കാലമായിട്ട് വയസ്സൊക്കെയായിട്ട്, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല റഅ്സു ശൈബൻ. നിരയൊക്കെ വന്ന് ആകെ ദുർബലമായി, ഞാൻ എല്ലൊക്കെ ദുർബലമായി. എന്നിട്ട് എന്താ പറഞ്ഞത്?
വലം അകും ബിദുആഇക റബ്ബി ശഖിയ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അദ്ദേഹം എന്താ പറഞ്ഞ്? അല്ലാഹുവേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇതുവരെ ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല. അതാണ് എന്ത്? സബറിന്റെ അടയാളം. ഒരിക്കലും വരാൻ പാടില്ല. എത്രയെന്ന് വെച്ചാൽ അതിന്റെ ശേഷം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് മക്കളുണ്ടാവോ? വകാനത് ഇംറഅതി ആഖിറൻ. എന്നിട്ടാ പറഞ്ഞത് ഫഹബ്ലി മിൻ ലദുൻക വലിയ. എന്റെ ഭാര്യ പ്രസവിക്കാത്തതാ, എന്നാലും എനിക്ക് തരണം എന്ന്. എന്തൊരു ആത്മവിശ്വാസം നോക്കി. ഒരിക്കലും നിരാശ വരില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതം പറഞ്ഞു തന്നിട്ടല്ലോ. അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം. സന്തോഷ വാർത്ത. അപ്പോൾ ഇബ്രാഹിം നബി തിരിച്ചു ചോദിച്ചു മലക്കുകളോട്, അബശ്ശർതുമൂനി, എനിക്കോ മക്കളുണ്ടാവും എന്നുള്ള സുവിശേഷം തരുന്നത്? എന്താ കാര്യം? അല അമ്മസ്സനിയൽ കിബർ. വയസ്സ് കണ്ടില്ല നിങ്ങൾ? ഫബിമ തുബശ്ശിറൂൻ. എന്ത് പറ്റി നിങ്ങൾക്ക്? എനിക്ക് മക്കൾ ഉണ്ടാവും എന്നുള്ള സന്തോഷാ പറഞ്ഞത്. ഭയങ്കര രസ. അപ്പൊ മക്കൾ തിരിച്ചു പറയുന്നുണ്ട്, ഖാലു ബശ്ശർനാക ബിൽ ഹഖ് ഫലാ തകും മിനൽ ഖാനിതീൻ. ഞങ്ങൾ പറഞ്ഞത് നേരാ. ഒരിക്കലും ഇബ്രാഹിം, നീ നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിലാകരുത് എന്ന. ഉടനെ ഇബ്രാഹിം നബി തിരുത്തി. ഇബ്രാഹിം നബി പറഞ്ഞു, ഖാല വമൻ യഖ്നതു മിർ റഹ്മതി റബ്ബിഹി ഇല്ല ദ്ദാല്ലൂൻ. ആരാണ് റബ്ബിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാവുക? വഴിപഴച്ചവരല്ലാതെ എന്ന്. നിങ്ങൾ ആലോചിക്കൂ. യാക്കൂബ് അലൈഹിസ്സലാം ഭയങ്കര. ഞാനിത് പറഞ്ഞതെന്താ വെച്ചാൽ, പരീക്ഷകളെ മോശം ആൾക്കാർക്കല്ല വരിക എന്ന് പറയാനാണ്. അത് മാത്രമല്ല, നിലപാട് എന്തെന്ന് മനസ്സിലാക്കാൻ. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് 12 മക്കളുണ്ട് അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഇളയ മക്കളുണ്ടായിരുന്നു, യൂസുഫും ബിന്യാമീനും. യൂസുഫിനെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പോയി. അതിൽ ഭയങ്കര ദുഃഖിച്ച് കഴിയണം അല്ലേ? ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ബിന്യാമീനും പോയി. അതോടെ അദ്ദേഹം മാനസികമായൊരു തകർച്ച. അത് മാനുഷികാട്ടോ, അതുണ്ടാവും. അതിന് നിങ്ങൾക്ക് ഒന്നും പ്രതിരോധിക്കാൻ കഴിയില്ല, ഉണ്ടാവും. പക്ഷേ അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. എൻ്റെ മനസ്സ് എന്നെ കൺട്രോൾ ചെയ്യരുത്. അതാ പ്രശ്നം. അതേ വ്യത്യാസമുള്ളൂ. അതാണ്. നിങ്ങൾ ആലോചിക്കാൻ, മനുഷ്യന്റെ ദുഃഖം എത്രയിരിക്കും. അദ്ദേഹം പറഞ്ഞ എന്താ? യാ ബനയ്യ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി. മക്കളെ, ഒന്ന് പോയി നോക്കി, യൂസുഫും അവന്റെ സഹോദരനും എവിടെയെങ്കിലും ഉണ്ടോ തെരഞ്ഞു നോക്കി. എന്നിട്ട് അടുത്ത വാചകം എന്താ പറയുക? വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. അല്ലാഹു തരാനിരിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച്, അല്ലാഹുവിൽ നിന്ന് വരാനിരിക്കുന്ന ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിരാശ വരരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറിനെ എന്ത് പറ്റുള്ളൂ? അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശ വരുള്ളൂ. ആദ്യം പറഞ്ഞത് ഇബ്രാഹിം നബി പറഞ്ഞത് ളാല്ലൂൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നിരാശ വന്നാൽ ഒന്നുകിൽ നമ്മൾ ആരാവും? ളാല്ലാകും. അല്ലെങ്കിൽ ആരാവും? പറയാൻ പേടിയുന്നില്ലേ? അതാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, 2 മക്കളെയും തിരിച്ചിട്ടില്ലേ? 2 മക്കളെയും തിരിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു ഇങ്ങനെ നമ്മളെ ഉള്ളിൽ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇത് കുറച്ചും കൂടി കേമമായിട്ട് നമുക്ക് മനസ്സിലാകും. അയ്യൂബ് നബിയിലേക്ക് വന്ന ഭയങ്കര. അയ്യൂബ് നബി, എനിക്ക് തോന്നുന്നത് ഈ അയ്യൂബ് നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ അയ്യൂബ് നബിയോളം പരീക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടാവില്ല. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഭയങ്കര ഐശ്വര്യമുള്ള, പ്രതാപമുള്ള ഒരാളായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ഭയങ്കര സ്വത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ ചരിത്രം പറയും. 7000 ഒട്ടകങ്ങൾ ഉണ്ടായി. എത്ര? ഭയങ്കര എണ്ണ. 10,000-ഓളം ആടുകൾ, കാളകൾ, കഴുതകൾ. ഭയങ്കര സ്വത്ത്. ഒരുപാട് ജോലിക്കാർ. അങ്ങനെ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ വന്നു. അല്ലെങ്കിൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞ പ്രശ്നങ്ങൾ വന്നു.
അങ്ങനെ അയ്യൂബ് അലൈഹിസ്സലാമിനെ അള്ളാഹ് പരീക്ഷിക്കുക. ഭയങ്കര പരീക്ഷ. അദ്ദേഹത്തിൻ്റെ കുറേ സമ്പത്ത് കൊള്ളയെടുക്കപ്പെട്ടു. ഈ കന്നുകാലികളൊക്കെ കുറേ ചത്തുപോയി. സാമ്പത്തികമായി അദ്ദേഹം തകർന്നു. അപ്പോൾ ജോലിക്കാരൊക്കെ അദ്ദേഹത്തെ വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞ് മക്കൾ മരിച്ചുപോയി. ആലോചിച്ചു. അപ്പോൾ അള്ളാഹു കൊടുത്ത എല്ലാം എന്താക്കി? അള്ളാഹ് തിരിച്ചെടുത്തു. പോരാ, ആ ലാസ്റ്റ് മൂമെൻറ്റ് ഭയങ്കര. അവസാനതൊക്കെ പോയി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മാരകമായൊരു സ്കിൻ ഡിസീസ്. മാരകം എന്ന് വെച്ചാൽ തൊലിയിലൊക്കെ വ്രണങ്ങൾ വന്നു, രക്തവും ചലവും വലിച്ചു, ഭയങ്കരമായ ദുർഗന്ധം. എല്ലാവരും പോയി, കുടുംബക്കാർ, മക്കൾ എല്ലാവരും വിട്ടുപോയി. ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒഴികെ വേറെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒക്കെ എല്ലാവരും ഉപേക്ഷിച്ചു. വീടില്ല, നിൽക്കാൻ സ്ഥലമില്ല. അദ്ദേഹം താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ രാത്രി കഴിഞ്ഞ് കൂടിയിരുന്നത്, ഈ ചപ്പും ചവറൊക്കെ ഇടുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്തായിരുന്നു. വേറെ സ്ഥലമല്ല. 18 വർഷം ചരിത്രം പറയുന്നുണ്ട്. 18 വർഷം. എത്ര? ഒരു ദിവസമല്ല, ഒരു മാസമല്ല, എത്ര? 18 വർഷം. എന്നിട്ട് അദ്ദേഹം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കട്ടെ. 18 വർഷം ഒക്കെ പോയി. കൂടെ ഭാര്യ മാത്രമേ ഉള്ളൂ, വീടില്ല, ഒന്നുമില്ല. എന്താ പ്രാർത്ഥന? അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർ വഅൻത അർഹമുർ റഹീം. അതാണ് ഞാൻ വഅൻത അർഹമുർ റഹീം. നമ്മൾ മാറുണ്ടോ എന്ന് നമ്മളാ നോക്കട്ടെ. നമ്മളെ നാവിന്ന് എന്താ വരുന്ന വാചകം? അൻത അർഹമുർ റഹീമീൻ. അതൊരു വല്ലാത്ത വാക്കായി, അർഹമുർ റഹീമീൻ. അർഹമുർ റഹീമീൻ. അത്രത്തോളം കരുണ ചെയ്യാൻ ആർക്കും കഴിയില്ല. അതാണ് അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എത്രയെന്ന് ചോദിച്ചാൽ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞ് ഇവനെന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവനെ അള്ളാഹു ശിക്ഷിക്കണം. ചില ആൾക്കാർ പറഞ്ഞു ഇവൻ നബിയൊന്നുമല്ല, കളവ് പറഞ്ഞ് നടക്കുക, നബിനൊക്കെ എങ്ങനെ ചെയ്യും? ചുക്കിൽ കുപ്പത്തൊട്ടിൻ്റെ അടുത്ത് എങ്ങനെ ജീവിക്കാൻ? എല്ലാവരും അവഗണിച്ചു, മാനസികമായി തളർന്നു. ഇനിയാണ് കഥ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താ? അൻത. അപ്പം അള്ളാഹിൻ്റെ മറുപടി എന്താ പറയും? ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. ഭയങ്കര ആയത്താണ്. ഫസ്തജബ്നാ ലഹു. അവിടെയൊക്കെ എന്താ അറിയോ? ആ പരീക്ഷയിൽ ജയിക്കല. പരീക്ഷയിൽ ജയിച്ചു, അതാണ് ഫസ്തജബ്നാ ലഹു. ഉത്തരം കിട്ടി. നാം അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. എങ്ങനെ മറുപടി കൊടുത്തത്? ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. അദ്ദേഹത്തെ ബാധിച്ച ആ മാരകമായ രോഗം അദ്ദേഹത്തിന് മാറ്റിക്കൊടുത്തു. വആതൈനാഹു അഹ്ലഹു. കുടുംബക്കാരൊക്കെ തിരിച്ചു കൊടുത്തു. മക്കൾ പിന്നെ ഉണ്ടായി. ഒരുപാട് മക്കൾ. വമിസ്ലഹും മഅഹും. എത്ര മക്കളാണ് ഉണ്ടായിരുന്നത്? അതിൻ്റെ അത്രയും പിന്നെയും കൊടുത്തു. എന്നിട്ട് അള്ളാഹ് പറയാ, എന്താ കാര്യം? റഹ്മത്തൻ മിൻ ഇൻദിനാ. നമ്മുടെ അടുത്ത് നിന്ന് കിട്ടിയ റഹ്മത്താണത്. ഇതെന്തിനാണെന്നറിയോ? വദിക്റാ. ഓർമ്മയാണത്, സ്മരണയാണത്. ആർക്കുള്ള? ലിൽ ആബിദീൻ. ഈ രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നവർക്ക്. അപ്പം നമുക്കിത് ദിക്റാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് അവിടേക്കാണ്. ഇത് നോക്കൂ, ഇതിൻ്റെ അവസാനം പറഞ്ഞ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. വദിക്റാ ലിൽ ആബിദീൻ. ആരാധനാനിരതരായവർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ശരിക്കും ശ്രദ്ധിച്ചോ? പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ എങ്ങനെയാകണം സബർ? അത് വെറുത്തിട്ടല്ല, ഒരു കാരണവശാലും വെറുക്കരുത്. അള്ളാഹു നോക്കൂ, എല്ലാവരും ശ്രദ്ധിച്ചോ,
രണ്ടാലൊരു കാര്യത്തിനെ നമുക്ക് തരൂ അല്ലാഹു. ഒന്നുകിൽ നമ്മുടെ ദറജ ഉയർത്താൻ, ഗ്രേഡ് ഉയർത്താൻ, ഒരു സംശയം വേണ്ട. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ശിക്ഷയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നതിന് മുമ്പ് മായ്ച്ചു കളയാൻ. രണ്ടാമത് കാര്യമുള്ളൂ. സോ പിന്നെ എന്തിനാ നമ്മൾ ബേജാറാണ്? എന്തിനാ? പാടുണ്ടോ? രണ്ടാമതൊരു കഴിവ്. ഒന്നുകിൽ നിങ്ങൾ ആലോചിക്കും, കൊല്ലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇരുമ്പ് ഇങ്ങനെ പൊഴിപ്പിച്ചിട്ട് അടിക്കും. കണ്ടോ നിങ്ങൾ? ഇപ്പം ഉണ്ടോന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ ചെറുപ്പത്തിൽ കണ്ടു. അടിച്ചിട്ട് ഇങ്ങനെ ചുവന്നതേ കാര്യം ആ സാധനം അടിച്ചടിച്ചടിച്ച് കണ്ടു ശരിയാക്കേണ്ടി തരും. നല്ല മൂർച്ചയെക്കാരം പിന്നെ കത്തി ആണോ അല്ലേ? അത്രേ ഉള്ളൂ. വിശ്വാസി മൂർച്ചയുള്ള കത്തിയാകണം. നല്ല മൂർച്ചയുള്ളവനാകണം വിശ്വാസി. മൂർച്ചയുള്ള ഈമാൻ ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിനു വേണ്ടി മാത്രമാണ് ഇത്. അതല്ലാതെ ഇത് വേറെന്തെങ്കിലും ആണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളെ നിലപാട് ഇതാണ്. നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും ശ്രദ്ധിച്ചോ. ഒന്ന്, സബർ. ക്ലിയർ ആണല്ലോ? എന്താ സബർ? സബർ എന്ന് പറഞ്ഞാൽ യഅ്സ് വരാത്ത സബറോ, നിരാശ വരാത്ത അവസ്ഥയാണ്. എന്ത്? നിരാശ വന്നാൽ പിന്നെ എന്തില്ല? ഞാൻ സബർ ആണെന്നൊന്നും പറയണ്ട. നിരാശ വന്നാൽ പോയി കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ നബിമാരെ കഥയൊക്കെ പറഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ അതിനുള്ള സന്ദർഭമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത്. അങ്ങനെയല്ലേ യൂനുസ് നബി രക്ഷപ്പെട്ടത്? എന്താ യൂനുസ് നബി എന്തേ പറഞ്ഞിട്ടുള്ളൂ? ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതാണ് ഇസ്തിഗ്ഫാർ. ഏറ്റവും നല്ല ഇസ്തിഗ്ഫാറിന്റെ വാചകം. ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ദുആ. ദുആ എന്തിനാന്ന് വെച്ചാൽ, ഈ ഞാൻ പറഞ്ഞല്ലോ തവാദു എന്ന് പറഞ്ഞൊരു ഗുണം ഉണ്ടാകണം. അതിനു വേണ്ടി വിനയം ഉണ്ടാകണം. കിബർ ഒഴിവാക്കണം, വിനയം ഉണ്ടാകണം. അപ്പൊ സത്യത്തിൽ സഹോദരന്മാരെ, നമുക്ക് ഇത് ഒരു നേട്ടമായി മാറും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നേട്ടമായി മാറും. ഒരു സംശയവും ആർക്കും ഉണ്ടാകണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നേട്ടമാണ്, കോട്ടമല്ല. നമ്മൾ നല്ല ഉറപ്പോടു കൂടിയാണ് പറയുന്നത്. ഒരു സംശയവും എല്ലാവർക്കും ഉണ്ട്. മനസ്സിലായില്ല? പിന്നെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഏറ്റവും വലിയ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ദുആ ചെയ്തിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. മറന്നു പോകരുത്. സവാലി, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് കാവലിനെ തേടണം. വ തഹവ്വുലി ആഫിയതിക്. അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരിക സൗഖ്യം ഇല്ലാതാകുന്നതിന്. 2. വ ഫുജാഅത്തി നിഖ്മതിക്. പൊടുന്നനെയുള്ള അള്ളാഹുവിൻ്റെ നിഖ്മത്ത് എന്ന് പറഞ്ഞാൽ നിഅമത്ത് എന്നുള്ള പദത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. നിഅമത്ത് എന്താ നിങ്ങൾക്ക് അറിയാലോ? അതിന് നേരെ വിപരീത പദമാണ് പൊടുന്നനെ. വജമിഅ സഖതിക്. നിന്റെ എല്ലാവിധ കോപത്തിൽ നിന്നും. ഈ 4 കാര്യം നമ്മളെപ്പോഴും ദുആ ചെയ്യണം. നമ്മളെ തൗഹീദ് നമ്മളെപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഏറ്റവും ശക്തിയുള്ള ദുആ പ്രയാസങ്ങൾ വരുമ്പോൾ റസൂൽ പഠിപ്പിച്ചു തന്നത് അല്ലാഹു റബ്ബി ലാ ശരീക ലഹു എന്നാണ്. അല്ലെങ്കിൽ ലാ ഉശ്രികു ബിഹി ഷൈഅ. എല്ലാവരും ശ്രദ്ധിച്ചോ? അല്ലാഹു റബ്ബി ലാ ശരീക ലഹു. കാരണം അത് നമ്മുടെ അടിസ്ഥാനമാണ്. മനസ്സിലായി? പിന്നെ എപ്പോഴും നമ്മൾ നോക്കൂ, ദുനിയാവിൽ നമുക്ക് ബലാഉകൾ വന്നാലും ദീനിൽ മുസീബത്ത് വരാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരും ശ്രദ്ധിക്കണം. നബിയുടെ ദുആ ആയിരുന്നു ലാ തജഅൽ മുസീബതനാ ഫീ ദീനിനാ. ലാ തജഅൽ മുസീബതനാ ഫീ ദീനിനാ. ദീനിൽ മുസീബത്ത് വരും. ദീനിൽ മുസീബത്ത് വന്നാൽ ആകെ നശിച്ചു പോകും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഞാനിനി പ്രത്യേകം പറയേണ്ടതില്ല. നമ്മുടെ നാടിൻ്റെ തന്നെ സവിശേഷത ഞാൻ അങ്ങനെ നോക്കുകയാണ്. ഇപ്പം വേണോ സഹായം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഒഴുകുകയാണ്. സുബ്ഹാനല്ലാഹ്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ശുക്രിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹ് പരിശോധിക്കും എന്ത്? രണ്ട് കാര്യം. ഒന്ന് പിശുക്കുണ്ടോന്നും, രണ്ട് ദുർവ്യയുണ്ടോന്നും. രണ്ടും അള്ളാഹ് പരിശോധിക്കും. പിശുക്കില്ല എന്ന് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ കാണിക്കണം, നമ്മൾ റെഡിയാകണം. അതാണ് ഒരാളുടെ ഒരു ചെറിയ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാര്. ഒരു സ്ത്രീനെ നിങ്ങൾ കണ്ടില്ലേ? ഒരു സ്ത്രീ അനൗൺസ് ചെയ്തത് എന്താ? അല്ല, അമ്മിഞ്ഞപ്പാല് കൊടുക്കാന്ന്. ഞാൻ റെഡി കൊടുക്കാനാ. ആവശ്യം വന്നല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കി. അതൊരു ഒരു ഒരു അതാണ് അള്ളാന്റെ പരിശോധന. നമ്മൾ റെഡിയാണോ എന്ന പരിശോധന. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം, സഹായിക്കണം. പല രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യം. നോക്കൂ, ഏറ്റവും വലിയ സഹായം നല്ലൊരു വാക്കാണ്. അവിടെ ഇപ്പോൾ കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല വർത്തമാനം, നല്ല സംസാരം, സമാധാനിപ്പിക്കുന്ന ഒരു ടച്ചിങ് ആണ് ഇപ്പോൾ വേണ്ടത്. ഒന്ന് പോയി തൊടാൻ ആൾ വേണം, തൊട്ട് സംസാരിക്കണം. സാരില്ല എന്നുള്ളൊരു വാക്ക് പറയാം. ആ വാക്ക് നമ്മളെ ഹൃദയത്തിൽ നിന്ന് വന്നാൽ ഭയങ്കര, ആ സ്പർശനം തന്നെ ഭയങ്കര ആശ്വാസം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെ എല്ലാ രീതിയിലും നോക്കും. ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലേ, നമ്മൾ പോയിട്ടില്ല, നമ്മളിവിടെ ബാക്കിയായി, അവർ പോയി. നമ്മളെ ബാക്കിയാക്കിയത് എന്തിനാ അറിയാം? നമ്മളെ ഇത് വലിയ പരിശോധന. അതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകണമേ, ആശ്വാസം നൽകണമേ. എല്ലാവിധ പ്രയാസകരമായ ചുറ്റുപാടുകളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹു ഏറ്റവും നല്ല രീതിയിലുള്ള പരിഹാരം അവരനുഭവിച്ച എല്ലാ പ്രയാസങ്ങൾക്കും പകരമായി ഏറ്റവും നല്ല പരിഹാരം അവർക്ക് നീ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബെ, സഹിക്കാൻ കഴിയാത്ത, സബർ കിട്ടാത്ത തരത്തിലുള്ള പരീക്ഷകളെ ഞങ്ങൾക്ക് നീ വരുത്തരുത് റബ്ബെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ റബ്ബെ. നീ ഞങ്ങളോട് വെറുപ്പ് കാണിക്കുന്നില്ലെങ്കിൽ, ഞങ്ങളെ നീ ശിക്ഷിക്കുന്നില്ലെങ്കിൽ എന്ത് പരീക്ഷണങ്ങളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ റബ്ബെ, അതിനുള്ള കരുത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ. അർഹമുർ റഹീമായ റബ്ബെ, അവിടെ സഹകരിക്കുന്ന എല്ലാവർക്കും നീ ആരോഗ്യം നൽകണമേ, ഖൈറും ബർക്കത്തും നൽകണമേ. അർഹമുർ റഹീമായ റബ്ബെ, നിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم لا تجعل مصيبتنا في ديننا. اللهم لا تجعل مصيبتنا في ديننا. اللهم لا تجعل مصيبتنا في ديننا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب